ബസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ പട്ടാഭിഷേകം തന്നെ പടം ചെയ്യാൻ നേരത്തെ അതിൻ്റെ അകത്തൊരു ആനയാണ്. ഞാനും ജയറാമും ആനയും. ആ ആന മരിച്ചുപോയി. പിന്നീട് അത് മരിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഈ ബസ് വിട്ട് പോകാനായിട്ട് ഭയങ്കര വിഷമമുണ്ടായി നമുക്ക്. കാരണം ഞങ്ങൾ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത്, ഷൂട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബസ്സിൻ്റെ അകത്താണ്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം കിടന്ന് ഉറങ്ങണം അതിൻ്റെ അകത്തായിരിക്കും. അങ്ങനെ ഭയങ്കര ഭക്ഷണം കഴിക്കണം, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്നായിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇത് തമ്മിലൊരു ഭയങ്കര ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു ബസ്സായിട്ട്. ആ ബസ് പിന്നീട് ഭയങ്കരമായിട്ടത് കച്ചവടത്തിനൊക്കെ ആൾക്കാർ വന്നു എന്നൊക്കെ എൻ്റെ അറിവ്. എനിക്കറിയില്ല അതെങ്ങനെയാണ് പിന്നെ ഉണ്ടായെന്ന്. എൻ്റെ ഒരു കാശുണ്ടായിരുന്നെങ്കിൽ സത്യം ഉണ്ടായിരുന്നല്ല, അത് ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് വാങ്ങിച്ചത്. ബസ്സിൽ നമ്മുടെ കൂടെ ഡ്രൈവറായിരുന്ന പയ്യൻ അസീസ് എന്ന് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞാൽ എൻ്റെ വർക്കും പോയി. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ജോലി ഉണ്ടായി, ഞാൻ അതിനൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് വന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിലും ഈ റൂട്ടിൽ നമുക്ക് ഓടാൻ നല്ല ഇതാണ് ബസ്, നമുക്ക് നല്ലതല്ല എന്ന് വെച്ച്. അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായി, അതിന് പെർമിഷൻ കിട്ടുക ആദ്യം സമ്മതിക്കുമോ? കാരണം ഇതിൻ്റെ ആൾട്രേഷൻ എല്ലാം വരുത്തിയിട്ട് ഇത് പിന്നെ ഗിയർ ബോക്സ് വേറെ, ഗിയർ അല്ലെങ്കിൽ അത് ഇതൊക്കെ നട്ടും ബോൾട്ടും ഒക്കെ റെഡിയാക്കിയൊക്കെ ഇരുന്ന്, പിന്നെ അതുകൂടാതെ തന്നെ ക്യാമറ വെക്കത്തക്ക രീതിയിലെല്ലാം തട്ടായിട്ടൊക്കെ വെച്ചിരിക്കുന്നു. അപ്പൊ ഞാനോട് പറയാം അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ആഴ്ചകളോളം കിടന്നു നമ്മുടെ അല്ലേ കിടന്ന ഡബിങ് റീറിക്കാനും ഫസ്റ്റ് റിലീസ് വരെ ഏതാണ്ട് കിടന്നു. പിന്നെ ഇത് കിടന്ന് നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു നാഗർകോവിലുകാരൻ്റെ ഒരു പാർട്ടി വന്ന് അവരൊരു ചെറിയ വില പറഞ്ഞു. അപ്പോൾ കൂടുതലും ഇതാണ് അതിന്റെ മെയിൻ കാരണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ അത് പ്രൊഡ്യൂസർ നമുക്ക് ഇതിടാനുള്ള സൗകര്യം ഇല്ല. പക്ഷെ ഞങ്ങള് ശേഷം റിലീസൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നടന്ന് പിന്നെ ഇപ്പോ കേരളം മൊത്തം കറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ പെർമിഷനും പിന്നെ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ നമുക്കത് ഒരു അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല അല്ലേ.